എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ ഇതുവരെ ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുള്ളത് ബസ്മതി അരിയിലാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കൈമ അരി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇതിൻ്റെ ചിക്കൻ മസാല ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ അതെൻ്റെ തന്നെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, 3 ഏലക്ക, 2 കഷ്ണം ഗ്രാമ്പൂ, ഒരു തക്കോലം, ഒരു ജാതിപത്രി, ഇത്രയും കൂടി ഇട്ടിട്ട് ചെറുതിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ബിരിയാണി മസാല നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗരം മസാല എടുക്കാം. പക്ഷേ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് നന്നായിട്ട് തണുത്തിട്ട് പൊടിച്ചെടുക്കും. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ കുടം വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 മീഡിയം സൈസിലുള്ള ഇഞ്ചി, അതുപോലെ 10 പച്ചമുളക്. ഈ റെസിപ്പിയിൽ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കൂടുതൽ പച്ചമുളകും കുരുമുളകുമാണ് എടുക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള 5-6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 10-12 വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വേണം. ചിക്കൻ ഞാനിവിടെ 1 കിലോയും 200 ഗ്രാമുമാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി കുറച്ച് വലിയ പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനിൽ നല്ലൊരു കോട്ടിംഗ് കൊടുത്തിട്ടാണ് ബിരിയാണി ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ നമ്മളിതിലേക്ക് വെറും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി ഈ റെസിപ്പിയിൽ നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വെളുത്ത കുരുമുളക് പൊടിച്ചാണ്, അതുകൊണ്ടാണ് ഈ കളർ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാല, അതിൽ നിന്നും 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് വീണ്ടും മസാലയാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പകുതി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. പകരം നിങ്ങൾക്ക് അരിപ്പൊടിയും എടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ചിക്കനിൽ നല്ലൊരു കോട്ടിംഗ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ചിക്കൻ നല്ല മസാല നന്നായിട്ട് കോട്ടാകാനും ചിക്കൻ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തൊരു കുഴമ്പ് പരുവത്തിൽ ഈ മസാല ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് പുരട്ടി വെക്കണം. അപ്പോൾ 1 മണിക്കൂറെങ്കിലും മിനിമം ഇത് പുരട്ടി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തലേദിവസം തന്നെ ഇത് നന്നായിട്ട് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ കുറച്ചുകൂടെ ബിരിയാണി മസാല ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ 2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി ഞാനിവിടെ 1-2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മൾ ഉള്ളി, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സവാള വളരെ കനം കുറച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അതുപോലെ കുറച്ച് എണ്ണയിൽ തവണകളായിട്ടിട്ടാണ് ഞാനിവിടെ സവാള വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കരിഞ്ഞു പോയാൽ ബിരിയാണിയുടെ ടേസ്റ്റേ മാറിപ്പോൾ. അതുപോലെ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണിലായിരിക്കണം സവാള വറുത്ത് കഴിയുമ്പോൾ ഇരിക്കാനായിട്ട്. ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിലൊന്നും അല്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഈ ഓയിലെന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ അല്ല വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കുറേശ്ശായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാൻ നിറച്ച് കുത്തി നിറയ്ക്കരുത് ചിക്കൻ്റെ കഷ്ണങ്ങൾ. അവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാടങ്ങ് വെള്ളം ഇറങ്ങിയിട്ട് ആ ചിക്കൻ്റെ മസാലയൊന്നും ഓയിലിൽ സ്പ്രെഡ് ആവില്ല. അതുപോലെ നല്ലൊരു കോട്ടിങ്ങാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് കിട്ടും നമ്മൾ കോൺഫ്ലവർ മസാലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് 2-3 തവണകളായിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ മസാല പുരട്ടിയ ചിക്കൻ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടിട്ട് അതിൻ്റെ കൂടെ വഴറ്റിയാലും മതി. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ
ചിക്കനിലേക്ക് നല്ലൊരു മസാലയൊക്കെ കോട്ടായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. നമ്മൾ ചിക്കനെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. മസാല തയ്യാറാക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നമ്മളിവിടെ 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നമ്മൾ 1 കിലോ ചിക്കനും 1 കിലോ അരിക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കുറച്ചധികം സവാള എടുക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മൾ 2 സവാളയാണ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 6 സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. സവാളയിലേക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരണം, അപ്പോഴാണ് ബിരിയാണി മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിട്ട് കൊടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതുകൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്ത് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി അടച്ചു വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് അതൊന്ന് തവി വെച്ചിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബിരിയാണി മസാലയിൽ നിന്നും ഒരു 2 മുതൽ 2.5 ടീസ്പൂൺ വരെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കുന്ന ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ്റെ മസാലയിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തൈരാണ് ചേർക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തൈര് ഓപ്ഷണലാണ്, തൈര് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തൈരിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് അരച്ചിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ ബിരിയാണികളിലെല്ലാം തൈര് ചേർക്കാറുണ്ട്. തൈരും ചിക്കനും വിരുദ്ധാഹാരമാണെന്നാണ് പറയുന്നത്, പക്ഷേ അതിഷ്ടമല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ മസാല ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ നമ്മളൊരു 3/4 പരുവം മാത്രമാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്, ബാക്കി ഇനി വേവുന്നത് ഈ മസാലയിൽ കിടന്നാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 2 പിടി മല്ലിയിലക്കാട്ടിലും കുറവ് മതി പുതിനയില ഒരു 3/4 പിടി മതിയാകും. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന 2 സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി നമ്മളിതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് കൈവച്ചിട്ട് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഫ്രൈ ചെയ്തിങ്ങനെ കറിയിലിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ആ ചിക്കനൊക്കെ നന്നായിട്ട് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി എങ്ങനെയാണ് വേവിക്കുന്നത് നോക്കാം. ഇവിടെ എടുക്കുന്ന അരി എന്ന് പറയുന്നത് നമ്മുടെ ബസ്മതി അരിയല്ല, കൈമ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റാണ് കൈമ അരി വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിനി അരി വേവിക്കാം. അപ്പോൾ അരി എന്ന് പറയുന്നത് ജീരകശാല അരിയാണ് നമ്മൾ ഈ ബിരിയാണിക്ക് എടുക്കുന്നത്. ഈ ജീരകശാല അരി ഇട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് 1 കിലോ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 4 കപ്പാണ് അരി നമ്മൾ മൊത്തത്തിൽ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ 1 കിലോ എന്ന് പറയുന്നത് 4 കപ്പും കുറച്ചുകൂടെ കാണും. അപ്പോൾ 250 മില്ലിയുടെ കപ്പാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 4 കപ്പാണ് നമുക്കിത് അരി വരുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കുതിർത്തൊന്നും ഇടരുത്, ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം തോത്തിയെടുക്കുക. നമ്മൾ അരിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഇത് കഴുകുക. ഒരുപാട് നേരം ഇത് കുതിർത്തിട്ടാൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ അരി 2 രീതിയിൽ വെക്കാം. വറ്റിച്ചും എടുക്കാം, അതുപോലെ തന്നെ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 രീതിയിലും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ പകുതി എടുത്തിട്ട് എങ്ങനെയാണ് വറ്റിച്ച് കാണിക്കുന്നത് കാണിക്കാം. അപ്പോൾ 2 കപ്പ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് അരിക്ക്
3 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് ഊറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അരി വറ്റിക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. പുറകിൽ നമ്മൾ 3 കപ്പ് വെള്ളം തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ എണ്ണയിലാണ് നമ്മൾ 2 കപ്പ് അരി വറ്റിച്ചെടുക്കേണ്ടത്. കറക്റ്റ് ഈ അളവ് തന്നെ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അരി കറക്റ്റായിട്ട് കിട്ടില്ല. ഇതെല്ലാം ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അതായത് മുഴുവനുള്ള ഗരം മസാല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ 4 ഏലയ്ക്ക, അതുപോലെ 3 കറുവപ്പട്ട, ഒരു ജാതിപത്രി, അതുപോലെ തന്നെ 3-4 ഗ്രാമ്പു, പിന്നെ തക്കോലം ഉണ്ടെങ്കിൽ തക്കോലവും ചേർക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 1/4 സവാള നീളത്തിലരിഞ്ഞത്, ഒരുപാട് സവാള വേണ്ട, 1/4 മുറി മതിയാകും. അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒരുപാടങ്ങ് ബ്രൗണൊന്നും ആവണ്ട, അതൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രൈയിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഫ്രൈ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഒന്നിൽ തൊടാതെ നല്ല പെർഫെക്റ്റായിട്ട് റൈസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണം വരും, അതിൻ്റെ വെള്ളമൊക്കെ തോന്ന് നല്ലൊരു സൗണ്ടും കേൾക്കും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അരി നന്നായിട്ട് വറുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്, നല്ലൊരു മണമാണ്. അപ്പോൾ അരിയുടെ കളറൊന്നും ചേഞ്ച് ചെയ്യരുത്, പക്ഷെ നമുക്ക് ആ തവി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ആ പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ വറക്കാതെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും വേണം ഇത് വേവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ തീ ഏറ്റവും ലോയിൽ ആക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 9 മിനിറ്റ് ഇത് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ ആണെങ്കിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഞാൻ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് അടച്ചു വെച്ച് നമുക്കൊരു 9 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഊറ്റിയെടുക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും അടിപൊളി ഇതുപോലെ വറ്റിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഒരു 9 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി നോക്കാം. ഒന്നിൽ തൊടാതെ നല്ല അടിപൊളിയായിട്ട് റൈസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തുറന്ന് ഒന്ന് മാറ്റി വെക്കാം. അടച്ചു വെക്കണ്ട, അടച്ചു വെച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടെ ഒന്ന് വേവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ ഊറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചധികം വെള്ളം ചൂടാക്കിയിട്ട് ബാക്കിയുള്ള അരി നമ്മളിതുപോലെ നമ്മൾ സാധാരണ അരിയൊക്കെ വെക്കുന്ന പോലെ ഒന്ന് ഊറ്റിയെടുക്കുക. ഒരു 3/4 വേവാകുമ്പോഴത്തേക്ക് നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വേവിക്കേണ്ട, കാരണം ഇരുന്നത് ഒന്നുകൂടെ ഒന്ന് കുക്കാവും. അപ്പോൾ അതിലും നമ്മൾ കുറച്ച് ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ എല്ലാ അരിയും മസാലയും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ചിക്കൻ മസാല മുഴുവനായിട്ട് പാത്രത്തിൽ ഒഴിച്ചിട്ട് മുകളിൽ റൈസ് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ലെയറായിട്ടും എടുക്കാവുന്നതാണ്. ഞാനിവിടെ ലെയറായിട്ടാണ് ഈ ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്തു. ഇതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ മസാല നല്ല ചൂടാണ്, ഇതിന് മുകളിലായിട്ട് നല്ല ചൂടോടുകൂടി തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. ചൂടോടുകൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് റൈസിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഫ്ലേവറൊക്കെ കിട്ടുക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അതൊക്കെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ മല്ലിയില, കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടിട്ട് നമുക്ക് മുഴുവനും ഇതുപോലെ ഒന്ന് ലെയർ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനും ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ദം ചെയ്തെടുക്കണം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ദോശത്തവയുടെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ ചെറുതീയിൽ ഒന്ന് ദം ചെയ്തെടുക്കാം. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. 2 കോയിലും ഹീറ്റാക്കിയിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. നമ്മൾ സാധാരണ ബസ്മതി റൈസിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. അപ്പം എരിവും മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം. ഞാനിവിടെ മീഡിയം ലെവലിലാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊച്ചുകുട്ടികളുള്ളതുകൊണ്ട് ഒരുപാട് സ്പൈസിയും ഒരുപാട് മസാലയും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ എങ്കിൽ കൂടി അത്യാവശ്യം നല്ല സ്പൈസിയും നല്ല മസാല ഉണ്ടായിരുന്നു. നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്കത്തൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല അടിപൊളി മണമാണ് ഈ ദമ്മിങ്ങനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഇറച്ചി എടുത്തിട്ട് അതിന് മുകളിലായിട്ട് റൈസ് വെച്ചിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ മലബാർ സ്റ്റൈലിലുള്ള ഒരു ബിരിയാണിയാണ്, പക്ഷേ ഇതിൽ എൻ്റേതായ മോഡിഫിക്കേഷൻസ് വരുത്തിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചിക്കൻ മസാല എന്ന് പറയുന്നത്
എൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ അരി പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്യുന്നതിലാണ് ഈ ബിരിയാണിയുടെ ഇതിരിക്കുന്നത്. അപ്പം അരി പറഞ്ഞ രീതിയിൽ കുക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഈ രീതിയിൽ ബിരിയാണി തയ്യാറാക്കി നോക്കണം. എന്നും നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യാതെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കണം. ഈ ബിരിയാണിക്കാണ് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഫോട്ടോസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ച് തരിക. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഫോളോ ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്